ലില്ലിക്കുഞ്ഞ് അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് അവൾ ചെറിയൊരു ഉറക്കത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മുടെ ഡിന്നർ ഇന്നത്തേക്ക് അപ്പം എഗ് റോസ്റ്റാണ്. കുറേ നാളെ വിചാരിക്കുന്നു അപ്പം എഗ് റോസ്റ്റ് ഉണ്ടാക്കണമെന്ന്. പിന്നെ മാവ് അരയ്ക്കാനുള്ളൊരു മടി കാരണം ഞാനിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ ഞാൻ സോട്ട് ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോഴാണ് ആ ഉള്ളിയുടെ ഒരു മൈൽഡ് ഒരു സ്വീറ്റ് ഫ്ലേവറൊക്കെ അതിനകത്ത് വരുന്നത്. ഇപ്രാവശ്യം ആക്ച്വലി ഞാൻ മുന്നാലെ തന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളർ ആവണമായിരുന്നു. ബട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ചില സമയത്ത് ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ വെജിറ്റബിൾ സ്റ്റോക്കിൻ്റെ പൗഡർ കൂടി ആഡ് ചെയ്യാറുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ ഒരു നല്ല പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാവ് ഓൾറെഡി ഉച്ചയ്ക്കാണ് അരച്ച് വെച്ചത്. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും ഇതങ്ങ് പൊങ്ങി കിട്ടി. ഈസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചില സമയത്ത് ഈസ്റ്റ് ഇടാതെയാണ് മാവ് അരയ്ക്കാറ്. അപ്പം കുറച്ച് സമയം എടുക്കുന്നത് ഫെർമെൻ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നല്ല അപ്പം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. നല്ല പൂ പോലത്തെ അപ്പമായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഈസ്റ്റ് ഇട്ടതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു. അങ്ങനെ നമ്മുടെ ഡിന്നർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി കഴിച്ചിട്ട് വരട്ടെ. ഐ വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.